ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ശുഭ ദിവസങ്ങളെ നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കാറുണ്ട്. അശുഭ ദിവസങ്ങൾ നമ്മൾ അറിയാതെ നമ്മളെ കടന്നു പോകും. അതിനെ പ്രതീക്ഷിക്കാറില്ല ആരും പ്രതീക്ഷിക്കാറുമില്ല. അങ്ങനെയൊന്നും വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് കൂടുതലും. പക്ഷെ ശുഭവാർത്തകളോ ശുഭപ്രതീക്ഷകളോ വരവാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നിത്യേന പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇടയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇന്നതിന് വേണ്ടി വെച്ചുകൊണ്ട് വിചാരിച്ച കാര്യങ്ങളെ പറ്റി നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ധനവരവിനായി പ്രാർത്ഥിക്കാറുണ്ട്. കടബാധ്യതകൾ വിട്ടുപോകാനായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. കടബാധ്യതകൾ എന്ന് പറയുമ്പോഴാണ് ഞാൻ പറയുന്നത്, അതായത് ഇപ്പോൾ ഉചിതപരമായിട്ടുള്ള ചാരവസാലും വ്യാഴവും ശനിയും അനുകൂലപരമായിട്ട് നിൽക്കുന്ന സമയത്തും കഷ്ടകാലം പിടിച്ച നക്ഷത്രക്കാർ എന്ന് അവരെന്നെ പുലമ്പിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാരെ പറ്റി ഞാൻ പറയുന്നത് കാർത്തിക, രോഹിണി, മകീരം. ഇവരെ പറ്റി ഞാൻ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന ഓരോരോ കമൻറ്റുകളിൽ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു നക്ഷത്രമില്ല, ഇങ്ങനെ ഒരു കഷ്ടകാലമില്ല, ഈ കഷ്ടകാലം ഇപ്പോൾ തന്നെ തീരും എന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് കൂടി ഒരു മറുപടി ആയിട്ട് പറയുന്നത്, ഇത്രയും ശുഭസമരമായിട്ടുള്ള ഒരു കാലത്തിലൂടെ നിങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ഇപ്പോഴും കഷ്ടകാലമാണ് എന്ന് പറയുന്നതിൽ വളരെ ദുരിതപരമായിട്ടുള്ള ഒരു ദോഷമാണ് നിങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്നത് എന്നുള്ളത് ഞാൻ എടുത്തു പറയേണ്ടിയിരുന്നു. കാരണം ചാരവസാൽ വ്യാഴവും ശനിയും അനുകൂലാവസ്ഥയിൽ വരുമ്പോഴാണ് എല്ലാവരും സുഖത്തെ പറ്റിയും അല്ലെങ്കിൽ ആ വ്യാഴഗ്രഹം മാറുകയും അത് അനുകൂല സ്ഥിതിയിൽ വരികയും അതുപോലെ തന്നെ ശനി അനുകൂല സ്ഥിതിയിൽ വരികയും ചെയ്യുമ്പോൾ മാറ്റങ്ങൾ വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ ആ പ്രതീക്ഷ വന്നിട്ടും തകർന്നടിയുന്ന ജീവിതത്തെ പറ്റിയാണ് ഈ കമൻറ്റിലൂടെ അവർ പറയുമ്പോൾ ഞാൻ ഓർത്തുപോകുന്നത് വെച്ച് പറഞ്ഞാൽ അവരുടെ ജീവിതം തകർന്നു പോവുകയാണ്. ഇത്രയും സമയം വന്നിട്ടും അവരുടെ കാലങ്ങൾ തെളിയാതെ പോകുന്നത് എന്ത്? അപ്പോൾ അവരുടെ ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തീർച്ചയായിട്ടും നോക്കേണ്ടി വരും. നിങ്ങൾ തീർച്ചയായിട്ടും ജാതകം പരിശോധിച്ച് നോക്കണം. ജാതകത്തിലും ശുഭഫലങ്ങളാണ് നടന്നുകൊണ്ടെങ്കിൽ പ്രശ്നം വെച്ച് നോക്കണം. അവിടെ നേരത്തെ പ്രശ്നം വെച്ച് നോക്കണം, എന്താണ് എൻ്റെ പ്രശ്നം എന്നുള്ളത് നോക്കണം. അപ്പോഴേ ഞങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ പറ്റിയുള്ളവർക്കാണ് പറയുന്നത്, അങ്ങനെ പറ്റിയുള്ളവർക്ക് ശുഭ ദിവസങ്ങൾ വരെ പറ്റി കാണുക. പക്ഷെ അതേ സമയം തന്നെ ഒരുപാട് ആളുകൾ ശുഭഫലങ്ങൾ കിട്ടി എന്നും ഫോൺ ചെയ്ത് പറയാറും അങ്ങനെയുള്ള ഇതുണ്ട്. ഫോൺ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം നടന്നു എന്നുള്ളത് പറയാറുണ്ട്. കമൻറ്റ് ബോക്സിൽ എനിക്ക് ദിവസം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, സമയം നന്നായി, അങ്ങനെ പറയുന്നവരുണ്ട്. ഇങ്ങനെ മിശ്രിത ഫലമാണ്. അതിപ്പോൾ ഏതൊരു വീഡിയോ ആണെങ്കിലും ദോഷങ്ങൾ പറയുന്നവരും ഉണ്ടാവും, കുറ്റങ്ങൾ പറയുന്നവരുണ്ടാവും, ശുഭഫലങ്ങൾ പറയുന്നവരും ഉണ്ടാവും. എത്രയോ ആളുകൾ എനിക്ക് ശുഭഫലങ്ങൾ വന്നു അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുക, അതും ഉന്നതന്മാരോടുള്ള റെക്കമെൻഡ്, ഇന്നയാൾ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്, ഇന്ന ജോത്സ്യനെ വിളിക്കാൻ പറഞ്ഞു എന്നിട്ടാണ് വിളിക്കുന്നത് എന്ന് പറയാറുണ്ട്. അപ്പോൾ അവരുടെ പേരും ഞാൻ വിളിച്ചോടെ വെളിപ്പെടുത്തുന്നല്ലോ. പ്രശസ്തരായിട്ടുള്ളവരാണ്, അവരുടെ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല. എന്നിരുന്നാലും അവരുടെ റെക്കമെൻഡിലൂടെയാണ് വിളിക്കുന്നത്. അവരുടെ അയൽവാസികളാണ്, അല്ലെങ്കിൽ അവരുടെ ബന്ധുവാണ്, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരം. ഉദാഹരണത്തിന് പറയുകയാണ്, ഞാൻ ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായ സംഭവമാണ്. ഒരു കുട്ടിയെ +2 കഴിഞ്ഞു. ആ കുട്ടിയുടെ ആഗ്രഹം അല്ലെങ്കിൽ വീട്ടുകാരുടെ ആഗ്രഹം ആണ് പറഞ്ഞിരിക്കുന്നത്, വക്കീലാക്കാനാണ് തീരുമാനം, അഡ്വക്കേറ്റിൽ പഠിപ്പിക്കാനാണ് തീരുമാനം എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇന്ന ആളെ വിളിച്ച് ചോദിക്കും, അയാൾ കറക്റ്റായിട്ടുള്ള മറുപടി പറഞ്ഞുതരും, നേരിട്ട് വിളിച്ച് ചോദിച്ചാൽ മതി, കമൻറ്റ് ബോക്സിൽ നിന്ന് ചോദിക്കരുത്, ഫോൺ നമ്പർ ഉണ്ടാവും, വിളിച്ച് നോക്കിയാൽ മതി പറഞ്ഞു. ആ വിളിച്ച് നോക്കിയപ്പോൾ അവരുടെ ജാതകം പരിശോധിച്ചപ്പോൾ അതിൽ വ്യാഴം നിൽക്കുന്നത് അത്ര നല്ല സ്ഥാനത്തല്ല. അതായത് നാവിൻ്റെ കാരകനാണ്, നാവ് വർത്തമാനം പറയുന്ന കാരകനാണ് വ്യാഴം, ധനത്തിൻ്റെ കാരകനും കൂടിയാണ് വ്യാഴം. അപ്പം നാവിന് എത്രത്തോളം പയറ്റി തെളിയാൻ പറ്റുമോ, വർത്തമാനം കൊണ്ട് എങ്ങനെ കസർത്താൻ പറ്റുമോ അവർക്ക് പറഞ്ഞ പണിയാണ് അഡ്വക്കേറ്റ്, വക്കീലന്മാരുടെ പണി. അപ്പോൾ അതിൽ വ്യാഴത്തിൻ്റെ സ്ഥാനവും 2ാം ഭാവം കൊണ്ടാണ് വിദ്യാസ്ഥാനവും വിദ്യാഭ്യാസ സ്ഥാനവും അതുപോലെ തന്നെ വാക്കിൻ്റെ സ്ഥാനവും കണക്കാക്കുന്നത്. ഈ രണ്ടിൻ്റെയും കാരകത്വം ഭാവാധിപനും മർജിക്കുന്ന കാരണം ഞാൻ പറഞ്ഞു ഒരിക്കലും അഡ്വക്കേറ്റായിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഇംഗിതം മാറ്റി വേറെ സബ്ജക്റ്റിൽ പോയി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണം. അപ്പം അങ്ങനെയുള്ള ശുഭഫലങ്ങൾ വരാറുണ്ട്. അതേ സമയത്ത് കമൻറ്റ് ബോക്സിൽ നേരിട്ട് വിളിച്ച് പറയുകയല്ല ചെയ്യുന്നത്, പക്ഷേ കമൻറ്റ് ബോക്സിൽ ഇടാറുണ്ട്, ഇങ്ങനെ പൊട്ട ദിവസമില്ല,
പറയുന്നത് വെറും നുണയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ശുഭദിവസങ്ങൾ മിക്കവാർക്കും 60%, ഞാൻ പറയുന്നത് 70% പറയില്ല, 60% ശുഭഫലങ്ങൾ കിട്ടും എന്നുള്ളതിൽ ചെറുതായിട്ടുണ്ടെങ്കിലും ശുഭഫലം കിട്ടും എന്നിട്ട് അത് സംശയമില്ല. അങ്ങനെയുള്ള സമയത്തെ പറ്റുന്ന ഇടവക്കൂറുകാർക്ക് ഓഗസ്റ്റ് മാസം 12, 13, 14 എന്ന സമയങ്ങളിൽ ശുഭഫലങ്ങൾ, ശുഭവാർത്തകൾ എന്നിവ കിട്ടാനുള്ള സാധ്യതയുണ്ട് പറഞ്ഞാൽ തീർച്ചയായും കിട്ടിയിരിക്കും എന്നുള്ള പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കിട്ടാതിരിക്കണമെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ നക്ഷത്രപ്രകാരം അവർക്ക് പൊട്ട ദിവസമാണെങ്കിൽ, ആ പൊട്ട ചീത്ത ദിവസങ്ങളും ഉണ്ട്. അത് ചീത്ത ദിവസങ്ങൾ ഇവിടെ എടുത്തു പറയുന്നില്ല. കമന്റ് ബോക്സിൽ ആരും എനിക്ക് ചീത്ത ദിവസം ഏതാണ് പറഞ്ഞു തരൂ എന്ന് പറയാറില്ല. അതേസമയത്ത് ഭാഗ്യ നമ്പറുകളെ പറ്റി പറയാറുണ്ട്. ഭാഗ്യ നമ്പർ ഒന്ന് പറഞ്ഞു തരും. ഞാൻ ഭാഗ്യ നമ്പർ ഏതൊക്കെയാണ്, എങ്ങനെ നമ്മുടെ ഭാഗ്യ നമ്പർ തിരഞ്ഞെടുക്കാം എന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാതെ പോയവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് ശ്രദ്ധിച്ചിട്ട് അത് നോക്കുക, ഭാഗ്യ നമ്പറിനെ പറ്റിയിട്ട്. അപ്പോൾ കിട്ടുന്ന പറയുന്നത്. അപ്പോൾ ഇടവക്കൂറുകാർക്ക് പറയുന്നത് കാർത്തിക, രോഹിണി, മകീര നക്ഷത്രത്തിൽ പെട്ടിരിക്കുന്ന ഇടവക്കൂറിൽ പെട്ടിരിക്കുന്ന 12, 13, 14 ദിവസങ്ങളിൽ ഇവർക്ക് ശുഭഫലങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ കല്യാണം കഴിക്കാത്തവരാണെങ്കിലോ ഞങ്ങൾ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. കാരണം ഇന്നത്തെ കാലമല്ലേ, 35, 38, 40, 43 വയസ്സ് ആയിട്ടും കല്യാണം കഴിയാത്തവർ അവരുടെ ജാതകക്കുറിപ്പുമായി എന്നെ സമീപിക്കാറുണ്ട്. ഇപ്പോഴും പൊരുത്തം നോക്കാൻ ഒന്നും ചേർച്ചയില്ലാറുണ്ട്. 10 വർഷത്തോളമായിട്ട്, അതായത് 29 വയസ്സ് തൊട്ടിട്ട് 43 വയസ്സ് വരെ, ഏകദേശം 12, 13 വർഷമായിട്ട് പെണ്ണന്വേഷിച്ച് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ള പറയുന്നത്. അപ്പോൾ കല്യാണ യോഗം ആ സമയത്ത് നടക്കും. യോഗം വന്നാൽ നടക്കും. യോഗങ്ങൾ എത്രയോ കടന്നുപോയി എന്ന് നടക്കില്ല. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണ്. വിദ്യാഭ്യാസം പ്രശ്നമാണ്, യോഗ്യത പ്രശ്നമാണ്. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ പെണ്ണിൻ്റെ ബയോഡറ്റയോ അല്ലെങ്കിൽ പുരുഷൻ്റെ ബയോഡറ്റയോ ചോദിക്കില്ല. സ്ത്രീകളായിരിക്കും ചോദിക്കുന്നത്. പുരുഷൻ്റെ ബയോഡറ്റയിൽ ചോദിക്കുന്നത്, പുരുഷൻ്റെ പാൻ കാർഡായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അങ്ങനെയുള്ള കാലഘട്ടം കൂടി വരാൻ പോവുകയാണ്. എന്തെങ്കിലും തെറ്റുപറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇങ്ങനെ പറയുന്നതിൽ. അപ്പോൾ അങ്ങനെ വരാൻ പോകുന്നത്. കാരണം വെച്ച് പറഞ്ഞാൽ പ്രൂഫ് ചോദിക്കുന്നത് കുറിപ്പായിരിക്കില്ല, ചിലപ്പോൾ വേറെ വല്ല സാധനങ്ങളായിരിക്കും. അതുപോലെ പുരുഷൻ്റെയോ മറ്റുള്ളവർ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം വെച്ച് പറഞ്ഞാൽ അങ്ങനെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾക്ക് എത്രത്തോളം പെണ്ണന്വേഷണം കിട്ടാത്ത ഒരു കാലഘട്ടം. അപ്പോൾ നമ്മളുടെ യോഗം എന്ന് പറയുന്നത് അങ്ങനെയുള്ള യോഗമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ച് പറഞ്ഞാൽ ഇടവക്കൂറുകാർക്ക്, കാർത്തിക, രോഹിണി, മകീര നക്ഷത്രക്കാർക്ക് 12, 13, 14 എന്ന ദിവസങ്ങളിൽ ശുഭവാർത്തകൾ നടന്നിരിക്കും. അങ്ങനെ നടക്കാതെ പോവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പുരുഷന്. അപ്പോൾ കല്യാണം കഴിയാത്തവരോ എന്ന് പറയും. അപ്പോൾ കല്യാണം കഴിയാത്തവരൊക്കെ ആണെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ നക്ഷത്രപ്രകാരം അവർക്ക് ആ കുടുംബത്തിൽ തന്നെ ഇരിക്കണം. അവർ ഒരുമിച്ച് കുടുംബത്തിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഫലമായിരിക്കും. അതായത് ഒരു വിവാഹം കഴിയുന്നതോട് കൂടിയിട്ട് ഭാര്യൻ്റെ പകുതി നല്ല സമയം പുരുഷന്റെ നല്ല സമയം ദോഷ സമയാനും സ്ത്രീക്കും പോകും എന്നുള്ള യാതൊരു സംശയമില്ല. അതൊരു എന്താണെന്നറിയില്ല, ദൈവികപരമായിട്ടൊരു കഴിവാണ്. തൻ്റെ പകുതി അങ്ങോട്ട് കൊടുക്കുക എന്ന് പറയുന്ന മാതിരി തൻ്റെ സമയം അങ്ങോട്ട് കൊടുക്കുക. നല്ലതാണ് തീർച്ചയാണെങ്കിലും. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സമയം പോസിറ്റീവ് അല്ലാതെ നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രത്തോളം പൊട്ട ദിവസമായിരിക്കണം എതിർ ദിശയിൽ വരും. ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയായിട്ട് വരണമെങ്കിൽ. അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞാൽ മാതാപിതാക്കൾ അങ്ങനെ ഉണ്ട് സമയമായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയം വരുള്ളൂ. അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ശുഭഫലങ്ങൾ വരും, വലിയ യാതൊരു സംശയമില്ല.